ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സ്വാമി അമൃതാനന്ദ. അമൃതം. ആ വിളി കേട്ടതും അമൃതാനന്ദ സ്വാമിയുടെ ഉള്ളം പിടഞ്ഞു. കൺകോണുകളിലൂടെ അശ്രുക്കൾ ഒഴുകി. കൂപ്പുകയോടെ ആ തപസ്വി മന്ത്രിച്ചു, മഹാപ്രഭോ. രമണ മഹർഷിയുടെ ശിഷ്യനാണ് സ്വാമി അമൃതാനന്ദ. രമണ ഭഗവാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അമൃതം എന്ന്. ആ സ്വരത്തിലും ഭാവത്തിലും വീണ്ടും അത് കേട്ടത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയിൽ നിന്നും. അതോടുകൂടി വേദാന്ത രഹസ്യം അമൃതാനന്ദന് തെളിഞ്ഞു. ആ ഒരേ ഒരു പരമ്പൊരുൾ ഭക്താനുഗ്രഹത്തിനായി പല രൂപത്തിൽ വരുന്നു. 85കാരനായ സന്യാസിയോട് സംസാരിക്കവേ ഭഗവാൻ പറഞ്ഞു, 7ാം വയസ്സിൽ താങ്കൾ 41 ദിവസം തുടർച്ചയായി മന്ത്രങ്ങൾ ഉരുവിട്ട് യഥാവിധി ഗണപതി ഹോമം ചെയ്തു. അതിന്റെ ഫലശ്രുതി ഹോമകുണ്ടത്തിൽ പ്രത്യക്ഷ ഗണപതി ദർശനമാണ്. ആ ദിവ്യ ദർശനത്താൽ സാധകൻ ആനന്ദത്തിൽ ആറാടും. താങ്കൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ദർശനം ലഭിച്ചുവോ? ഭഗവാൻ തിരക്കി. അമൃതാനന്ദ പറഞ്ഞു, എനിക്കന്ന് 7 വയസ്സല്ലേ ആയുള്ളൂ. എനിക്കതിന് അർഹതയുണ്ടോ? അന്നത്തെ ഗണപതി ഹോമത്തിന്റെയും ജപത്തിന്റെയും ഫലം കൊണ്ടാണ് ഇന്ന് പുട്ടപർത്തിയിൽ വരാൻ പറ്റിയതെന്ന് സ്വാമി അരുളി. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ശാസ്ത്രം പിഴക്കില്ല, അത് പരമസത്യമാണ്. എന്നെ സൂക്ഷിച്ചു നോക്കൂ. അമൃതാനന്ദ ഭഗവാനെ ഉറ്റുനോക്കി. ആ സ്ഥാനത്ത് കനകവർണ്ണ സ്വരൂപത്തിൽ ശ്രീ മഹാഗണപതി അനുഗ്രഹഹസ്തവുമായി കൃപാവർഷം ചൊരിഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിന് ബാഹ്യബോധം മറഞ്ഞു. 4 ദിവസത്തിന് ശേഷമാണ് സന്യാസി പൂർവാവസ്ഥയിലെത്തിയത്. സ്വാമി അമൃതാനന്ദ കസ്തൂരിയോട് പറഞ്ഞ ഒരു അമൃതാനുഭവം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന് ആസ്തമ ഒരു സ്ഥിരം രോഗമായി മാറി. തിരുവണ്ണാമലയിൽ വെച്ച് ഹഠയോഗം തെറ്റായ രീതിയിൽ അഭ്യസിച്ചത് കൊണ്ട് വന്നതാണ് രോഗമെന്ന് ബാബ പറഞ്ഞു. പുട്ടപർത്തിയിൽ താമസിച്ചിരുന്ന നാളുകളിൽ ബാബ ചില മരുന്നുകൾ അദ്ദേഹത്തിന് നൽകി. ആ ചികിത്സയാൽ രോഗം നിശ്ശേഷം മാറി. മരുന്നുകൾ എന്തെല്ലാമായിരുന്നു? കസ്തൂരി ചോദിച്ചു. സന്യാസി പറഞ്ഞു, ആദ്യത്തെ 2 ദിവസം എനിക്ക് ബാബ തന്നത് ഹസ്തചലനത്താൽ സൃഷ്ടിച്ച വിഭൂതി. 3ാമത്തെ ദിവസം അതേമാതിരി സൃഷ്ടിച്ച കനകവർണ്ണമുള്ളതും കനം കൂടിയതുമായ പൊടി. ഈ പൊടി ബാബ തന്നെ എൻ്റെ വായിലിട്ടു തന്നു. പിന്നീട് അദ്ദേഹം 4 ഭാഗത്തേക്കും തിരിഞ്ഞ് ഓരോ ഭാഗത്തു നിന്നും താമ്രവർണ്ണത്തിലുള്ള പൊടിയെടുത്തു. അത് എൻ്റെ നെഞ്ചിലും മുതുകത്തും പൂശി. പിന്നീട് സ്വൽപ്പം വിഭൂതി സൃഷ്ടിച്ച് എൻ്റെ കയ്യിൽ തന്നു. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അല്പം സേവിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരു ദിവസം ഏതോ ഒരു ചെടിയുടെ മിനുത്ത വേരുകൾ വരുത്തി അവ ചവച്ചു തിന്നാൻ പറഞ്ഞു. ഒരു ദിവസം ചെറു കദളി പോലുള്ള പഴം എനിക്ക് കഴിക്കാൻ തന്നു. അത്തരം പഴങ്ങൾ ഇന്ത്യ, സിലോൺ, മലയ, ഹിമാലയം മുതലായ പ്രദേശങ്ങളിൽ കൂടി ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ കുരു തീരെ ഇല്ലാത്ത കാരക്കായി തന്നു. വേറെ ഒരിക്കൽ കുറെ പച്ചില വരുത്തി ബാബ തന്നെ സൃഷ്ടിച്ച ഒരു പാത്രത്തിൽ അതിൻ്റെ ചാറ് പിഴിഞ്ഞ് എന്നോട് കുടിക്കാൻ പറഞ്ഞു. വേറൊരു ദിവസം ബാബ കൈവീശി. അതിലൊരു കെട്ട് പച്ചില പ്രത്യക്ഷപ്പെട്ടു. 3-4 ഔൺസ് തൂക്കം വരുന്ന ഇലകളെ മുഴുവനും കഴിക്കാനായി എനിക്ക് തന്നു. അപ്പോൾ ബാബയുടെ കണ്ണിൽ കുസൃതിയുടെ ഒരു മിന്നൽ കാണാമായിരുന്നു. ഇലകളുടെ അടിഭാഗത്ത് കൂർത്ത മുള്ളുകൾ വളർന്നിട്ടുണ്ട്. ഞാൻ ദയനീയമായി സ്വാമിയെ നോക്കി ചോദിച്ചു, മുള്ളുകൾ ഉൾപ്പെടെ മുഴുവനും തിന്നണമെന്നാണോ കൽപ്പന? സ്വാമിയുടെ മനസ്സലിഞ്ഞു. ഇങ്ങോട്ട് നോക്കൂ. അദ്ദേഹം മടക്കി കൊടുത്തു. ബാബ വാങ്ങി വീണ്ടും നൽകി. അപ്പോൾ അവയിൽ ഒരൊറ്റ മുള്ളുമില്ല. മാത്രമല്ല ആദ്യം തന്ന മുള്ളുള്ള വർഗത്തിലെ ഇലകളുമല്ല. അതിനാൽ സന്തോഷത്തോടെ സന്യാസി അത് മുഴുവനും കഴിച്ചു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ബാബ മുറിയിൽ വിളിച്ച് ഒരു പിടി ഇല സൃഷ്ടിച്ചു. വരൂ, ഇതൊരു നല്ല മരുന്നാണ്. നേരിട്ട് ഹിമാലയത്തിൽ നിന്നാണ്. ഇത് ചവച്ചു തിന്നോളൂ. ഭയങ്കര കയ്പ്. അത് കഴിക്കാൻ അമൃതത്തിന് തൻ്റെ തപശക്തി മുഴുവനും വിനിയോഗിക്കേണ്ടി വന്നു. ഇനിയും തന്നെ കൊണ്ട് അത് തീറ്റിക്കരുതേ എന്ന് അദ്ദേഹം ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു. പക്ഷെ ബാബ കരുണ കാണിക്കാനല്ല ഭാവം. ബാക്കി ഇലകളും കൊടുത്തു. ഇതും കഴിച്ചു തീർക്കൂ എന്ന് പറഞ്ഞു. സന്യാസി മനഃശക്തി മുഴുവൻ സംഭരിച്ച് അതും വായിലിട്ടു. ആ ദിവ്യ കരസ്പർശനത്താൽ അവ കരിമ്പിനേക്കാളും തേനിനേക്കാളും അധികം മധുരമുള്ളവയായി മാറിയിരിക്കുന്നു. ഈശ്വരന്റെ പ്രവർത്തന മാർഗങ്ങൾ അഗോചരങ്ങളാണെന്ന് നിലച്ച് സന്യാസി സമാശ്വസിക്കുന്നതും സന്തോഷിക്കുന്നതും കണ്ട് ബാബ പുഞ്ചിരി തൂകി. എത്ര നിശിത വിമർശകന്മാരായാലും വയോവൃദ്ധനും ദീർഘകാലം രമണ മഹർഷിയുടെ സന്നിധിയിൽ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തവനും വേദാന്തങ്ങളിൽ അഗാധ ജ്ഞാനമുള്ളവനുമായ ഈ സന്യാസിവര്യന്റെ അനുഭവം പോരെ പർത്തിപുരീശൻ ആരെന്നറിയാൻ?
ഈ ജനലിന്റെ വില. ഭഗവാന്റെ വസതിക്കടുത്തുള്ള ഒരു മുറിയിലാണ് കസ്തൂരി താമസിച്ചിരുന്നത്. ആ മുറിയിലുള്ള ജനലിലൂടെ നോക്കിയാൽ ഭഗവാൻ എഴുന്നള്ളുന്ന വരാന്ത കാണാം. ഒരിക്കൽ അമൃതാനന്ദ കസ്തൂരിയോട് തിരക്കി, ഈ ജനലിന് എന്ത് വില തരും? ഇത്തരമൊരു ചോദ്യത്തിന്റെ ഉദ്ദേശം അറിയാതെ കസ്തൂരി പകച്ചു. കസ്തൂരി പറഞ്ഞു, ഇത് തേക്കിൻ തടിയിൽ തീർത്തതാണ്, വലിയ വില വരുമായിരിക്കും. ചിരിച്ചുകൊണ്ട് അമൃതാനന്ദ പറഞ്ഞു, ഈ ജനലിന്റെ വില താങ്കൾക്ക് അറിയില്ല. ഇതിന് ലക്ഷങ്ങൾ വിലമതിക്കാം. ഇത് തടിയോ വജ്രമോ എന്തുമാകട്ടെ, ഈ മുറിക്ക് പകരം ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും താങ്കൾ സമ്മതിക്കരുത്. ഇത് കനകക്കിണ്ടിയാണ്, ശ്രീ പരമേശ്വര ദർശനം സമ്മാനിക്കുന്ന ജനൽ. കനകക്കിണ്ടി, ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ജനൽ. അതിലൂടെയാണ് ഭഗവാൻ കനകന് ദർശനം നൽകിയത്. വേദോദ്ധാരണം. ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നതിന് ഏതാനും കാലം മുമ്പ് ശ്രീ രമണ മഹർഷി അമൃതാനന്ദനോട് വേദ പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കാൻ ഉപദേശിച്ചു. അദ്ദേഹം അത് നടപ്പാക്കാൻ ബാലഗംഗാധര തിലകൻ, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ എന്നിവരെ കണ്ടു, ചർച്ച നടത്തി. പക്ഷെ എന്തു ചെയ്യണമെന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായില്ല. 1955 ഒക്ടോബർ 1 ഭഗവാൻ ബാബ അമൃതാനന്ദത്തിന് അഭിമുഖം നൽകി. അമൃതാനന്ദന്റെ ഉള്ളറിഞ്ഞ് ഭഗവാൻ അരുളി, വേദധർമ്മ പുനഃസ്ഥാപനത്തെ കുറിച്ച് നീ പരിഭ്രമിക്കുന്നു. വിഷമിക്കണ്ട, ഈ അവതാരോദ്ദേശം അതിനു വേണ്ടി തന്നെയാണ്. അക്കാര്യമോർത്ത് ഇനി വിഷമിക്കണ്ട. ആ വാക്കുകൾ അമൃതമഴയായി സന്യാസിക്ക്. 2 മാസം കഴിഞ്ഞ് അദ്ദേഹം സമാധിയാവുകയും ചെയ്തു. ഇതുപോലെയുള്ള എത്രയോ ത്യാഗപൂർണരായ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ആഗ്രഹപൂർത്തിയാണ് ഭഗവാൻ വേദപ്രചരണത്തിലൂടെ സാധിച്ചത്. ഓം തത്സത്.